ഇത്തവണ കേരളത്തിലെ സർവകലാശാല വൈസ് ചാൻസലർമാർ ആരും തന്നെ ഗവൺമെന്റിന്റെ പരിധിക്ക് നിന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാലാകാലങ്ങളായിട്ട് കേരളത്തിലെ സർവകലാശാലയൊക്കെ പ്രത്യേകിച്ച് കഴിഞ്ഞ 8-9 വർഷമായിട്ട് സർവകലാശാലകളിൽ പൂർണ്ണമായ നിയന്ത്രണമായിരുന്നു CPM നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ സംസ്ഥാന സർക്കാരിനെ ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് കേന്ദ്രത്തിലെ UGC ഭേദഗതി കരട് ഭേദഗതിക്കെതിരായിട്ട് സംസ്ഥാന സർക്കാർ മറ്റ് സർക്കാരുകളെ ദക്ഷിണേന്ത്യയിലെ പ്രതിപക്ഷ സർക്കാരുകളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് നടത്തിയ സമ്മേളനത്തിൽ നിന്ന് കേരളത്തിലെ വൈസ് ചാൻസലർമാരെല്ലാവരും വിട്ടുനിന്നിരിക്കുകയാണ്. ഒരേ ഒരു വൈസ് ചാൻസലർ, മലയാളം സർവകലാശാല വൈസ് ചാൻസലർ സുഷമ മാത്രമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. അപ്പൊ ഇത് കേരളത്തിലെ സർക്കാരിന് വൈസ് ചാൻസലർമാരിലുള്ള ആ പിടി അയയുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അല്ലെങ്കിൽ സർക്കാരിന്റെ വരുതിയിൽ നിൽക്കുന്നതിൽ നിന്നും വൈസ് ചാൻസലർമാർ പിന്മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. ഈ വൈസ് ചാൻസലർമാരിൽ മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ അരവിന്ദാക്ഷകുമാർ, അദ്ദേഹം കടുത്ത ഇടതുപക്ഷക്കാരനാണ്. പക്ഷെ അദ്ദേഹം പോലും ഗവർണർ എതിരാകുമെന്ന് കണ്ട് അദ്ദേഹം ഈ യോഗത്തിന് പങ്കെടുത്തില്ല. അപ്പം ഇതിനകത്ത് UGC നിയമത്തിനെതിരായിട്ടുള്ള ഒരു പരസ്യമായ ആഹ്വാനമായിരുന്നു. അപ്പം അതിനകത്തുള്ള നോട്ടീസിൽ തന്നെ ചില കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ട് ഗവർണർ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിക്കുകയും അവസാനം സർക്കാർ അതിന്റെ നിർദ്ദേശത്തിൽ നിന്ന് ചില വാചകങ്ങൾ തെറ്റിപ്പോയതാണ് എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എന്തു തന്നെ ആയാലും ഇപ്പം നേരത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരോട് പോവേണ്ട എന്നൊന്നും ഗവർണർ പറഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നീട് എല്ലാ സർവകലാശാലകൾക്കും അതിന്റെ ഉത്തരവാദിത്വം നൽകുകയും ആളുകളെ കൊണ്ടുവരാനുള്ള ചുമതല വൈസ് ചാൻസലർമാരെ ഏൽപ്പിക്കുകയും അതിന്റെ ചെലവ് അവർ നടത്തണമെന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് സർവകലാശാല വൈസ് ചാൻസലർമാരോട് ഗവർണർ രേഖാമൂലമല്ലാതെ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഗവർണറുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് ഒരേ ഒരു വൈസ് ചാൻസലർ മാത്രമാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അപ്പം ഈ സമ്മേളനം എന്ന് പറയുന്നത് പ്രതിപക്ഷങ്ങളുടെ, കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷമൊക്കെ ഒരുമിച്ചുകൊണ്ട് നടത്തിയ സമ്മേളനമായിരുന്നു. കാരണം VD സതീശനെ പോലെ ആളുകളൊക്കെ സമ്മേളനത്തെ പിന്തുണച്ചു വന്നിരുന്നു. അതുപോലെ തന്നെ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ, അതുപോലെ തന്നെ കർണാടക സർക്കാർ, അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാർ, അങ്ങനെ ദക്ഷിണേന്ത്യയിലെ BJP വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ BJP ഇതര സർക്കാരുകളൊക്കെ തന്നെ സഹകരിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമായ ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സമ്മേളനം നടത്തിയത്. പക്ഷെ ആ ഒരു സമ്മേളനത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് വൈസ് ചാൻസലർമാരെ വരെ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ UGCയുടെ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള ഒരു സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. ആ നീക്കം പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ഒരേ ഒരു വൈസ് ചാൻസലർ മാത്രമാണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത.